മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ചിത്രം. ആ ചിത്രം ചർച്ചയായപ്പെട്ടത് ഇപ്പോൾ റിലീസിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് പല ചിത്രങ്ങളും ചർച്ചയാകാറുണ്ട്. അപ്പം ഇത് പ്രതികരണങ്ങൾ കൊണ്ട് ചർച്ചയായ ഒരു ചിത്രമാണ്. ഇതിലെ തിരക്കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു വിവാദമാണ്. റിലീസിന് തൊട്ട് തലേന്നത്തെ ദിവസമാണ് ഇതിൻ്റെ യഥാർത്ഥ തിരക്കഥാകൃത്ത് ആരാണ് അല്ലെങ്കിൽ ആരുടെ കഥയാണ് എന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ഇതിൽ നിഷാദ് കോയ എന്ന തിരക്കഥാകൃത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഒരു കഥ പറയുന്നത്. അതിനുശേഷം ഈ ചിത്രം മലയാളി ഫ്രം ഇന്ത്യ റിലീസാവുന്നു. അതിനുശേഷം വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവകാശം സംബന്ധിച്ചുള്ള വലിയ തർക്കം നടക്കുന്നു. അവസാനം സിനിമാ സംഘടനകളൊക്കെ അതിൽ ഇടപെടുന്നു. സിനിമാ സംഘടന, പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിൽ വ്യക്തമായ നിലപാട് ഇന്നലെ പറയുകയുണ്ടായി. അത് ഡിജോ ജോസ് ആൻ്റണിയുടെ സിനിമ തന്നെയാണ്, അദ്ദേഹമാണ് അത് സംവിധാനം ചെയ്തത്, അതിൽ തർക്കമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ നേരത്തെ നിഷാദ് കോയ ഇതേ സ്ക്രിപ്റ്റ് ഈ ഡിജോയ്ക്ക് അയച്ചു കൊടുത്തതിൻ്റെ തെളിവ് കാണിക്കുന്നു, അത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദം സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചിത്രത്തെ ചൊല്ലി. ദാവൂദ് സാർ, ഇത് യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്നുള്ള തർക്കം നിലനിൽക്കെ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ കഥ ഒരുപാട് പേർക്ക് ഒരേ കഥയൊക്കെ ചിന്തയിൽ വരാം, ഒരേപോലെയൊക്കെ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ പക്ഷം പിടിക്കുക എന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാർ സ്വാഭാവികമായിട്ട് അവരുടെ സിനിമയ്ക്ക് വേണ്ടി അന്നേരം നിൽക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു നിഷാദ് കോയ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് എന്ന രീതിയിൽ ഒരു ഭാഗം മാത്രം പിടിച്ച് സംസാരിക്കുന്നത് ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇത് ഒരു കണക്കിന് ഒരു സങ്കീർണതയുള്ള ഒരു പ്രശ്നമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഒരു ക്രിയേറ്റീവ് വർക്ക് ആണ്. അപ്പോൾ ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഭാവന അതിനകത്ത് വളരെ പ്രധാനമാണ്. ഈ ഭാവന ഞാൻ ഭാവനയിൽ കണ്ട ഒരു കഥയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച ഒരു കഥയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കഥയാണത് എന്ന് മറ്റൊരാളുടെ സൃഷ്ടിയെക്കുറിച്ച് ഇപ്പുറത്തൊരാൾ ആരോപണം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില ശരികളുണ്ടാവും. ചിലപ്പോൾ അയാൾ എഴുതിയ അത് തന്നെയായിരിക്കും. പക്ഷേ അത് നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് എങ്ങനെ തെളിയിക്കും, എങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് ആധുനികമായിട്ട് അതിന് കാണുന്നൊരു പരിഹാരം വെച്ചാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതിൻ്റെ റൂൾസൊക്കെ വളരെ ഹെയ്സിയാണ്. ഇപ്പോൾ നമുക്ക് ഒരു വർക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഓൺലൈൻ തയ്യാറാക്കിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുമെന്ന് വിചാരിക്കുക. അജിംസായിട്ട് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. പുള്ളി അതിൽ അവിടെ ഇവിടെയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി വേറൊരു സാധനം അടിക്കുന്നു. അപ്പോൾ ഞാനത് പിടിക്കുന്നു, ഇതിവിടെ രജിസ്റ്റർ ചെയ്താണ് എന്ന് പറഞ്ഞ് പിടിക്കുന്നു. അപ്പോൾ അജിംസിന് വാദിക്കും ഇത് നമ്മളൊരു ബന്ധമില്ലെന്നേ, അത് നിങ്ങളുടെ വേറെ കഥ, ആ വേറെ കഥ, നിങ്ങളുടെ നായകൻ വെടികൊണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്, നിയമപരമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ സ്ക്രീൻ റൈറ്റിംഗ്, ഇപ്പം ഇന്ത്യയിൽ ഇന്ത്യൻ സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അസോസിയേഷൻ, നമ്മുടെ സ്ക്രിപ്റ്റ് അതിനകത്ത് അവർ രജിസ്റ്റർ ചെയ്യാം. അതിന് പക്ഷേ ലീഗൽ വാലിഡിറ്റി ഇല്ല. പക്ഷേ നമ്മളൊരു ക്ലെയിം വെക്കുമ്പോൾ എന്താ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അതിനകത്തുണ്ടാകും. ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്താണ്, നോക്കൂ അവിടെ അത് കിടപ്പുണ്ട് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് വളരെ വീക്കായിരിക്കുന്ന ഒരു കാരണം. മറ്റൊന്ന്, ഇത് യഥാർത്ഥത്തിന് ഇത് വളരെ വളരെ ലോലമായ, വളരെ ഡെലിക്കേറ്റാണ് ഇതിൻ്റെ അതിർത്തികൾ എന്നുള്ളത് കൊണ്ടും ഇതാണ് ശരി, ഇയാൾ പറഞ്ഞതാണ് ശരി, നിഷാദ് കോയാണ് ശരി, ഷാരിസാണ് തെറ്റ്, അല്ലെ ഡിജോ ആണ് തെറ്റ് എന്ന് കൃത്യമായി വകതിരിച്ച് പറയുവാൻ സാധിക്കുന്ന ഒരു വിഷയം അല്ല ഇത്. പക്ഷേ ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി എന്താ ബോധ്യപ്പെടുന്നത് വെച്ചാൽ നിഷാദ് കോയയായിരുന്നു ശരിയെന്ന്. വെച്ചാൽ ആ പത്രസമ്മേളനത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ സ്ക്രിപ്റ്റ് റൈറ്ററും അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അവരെല്ലാം പത്രസമ്മേളനം സ്ക്രിപ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ടെക്നിക്കലി അതൊരു ദുരന്തമായിരുന്നു. ആ പത്രസമ്മേളനം മഹാദുരന്തമായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ പത്രസമ്മേളനം അവർ ഉദ്ദേശിച്ചത് നിഷാദ് കോയ അല്ല, ഷാരിസാണ് ഇതിൻ്റെ കർത്താവ് എന്ന് സ്ഥാപിക്കാനാണെങ്കിൽ അല്ല സുഹൃത്തെ, ജനങ്ങൾ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാണ് എന്ന് നിങ്ങളുടെ പത്രസമ്മേളനം കണ്ടാൽ മാത്രം മനസ്സിലാവും എന്ന് പറയാവുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിവേ നിഷാദ് കോയ നോക്കൂ, അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് ഇടുന്നുണ്ട് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം.
അദ്ദേഹം പറയുന്നുണ്ട് അതേക്കുറിച്ച്. ഞാൻ അത് ഇട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരുപാട് ആളുകൾ വിളിച്ചു, ഇൻഡസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു. അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പം നമ്മൾ ഇൻഡസ്ട്രിക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അവരൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ടേക്ക് ഡൗൺ ചെയ്തു. അത് അദ്ദേഹം കാണിച്ച ഉയർന്നൊരു ഉത്തരവാദിത്വ ബോധമാണ്. അദ്ദേഹം അത് ടേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ നോക്കൂ, ആ ഒരു ഉത്തരവാദിത്വ ബോധം അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കണ്ടേ. അദ്ദേഹം ഇത് പറഞ്ഞതിനെക്കുറിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ സിയാദ് കോക്കർ എന്ന് പറയുന്ന മാന്യൻ പറയുന്നത് എന്താ അറിയോ? ഇദ്ദേഹത്തെ പോലുള്ള ആൾ ഇനി ഇൻഡസ്ട്രിയിൽ വേണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇത് പറയാൻ എന്താ ആവശ്യം? അതെ, ഇതെന്തൊരു കഷ്ടമാണിത്. ഒരാൾക്ക് എൻ്റെ ഈ സൃഷ്ടികൾ പല നിലക്ക് മോഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പതിവായുള്ള കാര്യമാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മളുടെ തന്നെ ഒരുപാട് ലേഖനങ്ങളും അതുകൊട്ടെ പലരും മുറിച്ചെടുത്തതിന് കഥകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ വേറെ ഒന്ന് ഞാൻ പറയാം, വളരെ സീരിയസ് ആയിട്ടുള്ള ഇക്കൻസാരോ വീവ എന്ന് പറഞ്ഞിട്ട് ഒരു നൈജീരിയൻ എഴുത്തുകാരനുണ്ടായിരുന്നു. മഹാനായ എഴുത്തുകാരനാണ് അദ്ദേഹം. അവിടെ ഈ ഷെൽ കമ്പനിക്കെതിരെയൊക്കെ സമരം ചെയ്ത് ഒരു പാരിസ്ഥിതിക പോരാളി കൂടിയായിരുന്നു. അവിടുത്തെ മിലിറ്ററി കോട്ടോ എന്തോ ഒരു ഏർപ്പാടാണ്. ഇദ്ദേഹത്തെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ്. ആ സമയത്ത് ലോകത്തിന് വലിയ പ്രകമ്പനം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. കെൻസാരോ വിവയുടെ ആത്മകഥ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ അയച്ചു തരുന്നു. നമ്മളത് പ്രസിദ്ധീകരിക്കുന്നു. ഒന്നാമത്തെ തുടർച്ചയാണ് കേട്ടോ, പരമ്പരയാണ്. 1-ാം ലക്കം പ്രസിദ്ധീകരിക്കുന്നു. ദേ വരുന്നു ഫോണ്. ഇതാരാണ് നിങ്ങൾക്ക് അയച്ചു തന്നത്? ഇത് ഞാനാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആളാണ് ഞാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് യുവാവ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ സംഭവം എന്താ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ യുവാവ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ പ്രമുഖനെ അതൊന്ന് ഭാഷ ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്. പുള്ളി അതെന്ത് ചെയ്തു, ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേര് എഴുതിയ അതങ്ങോട്ട് വെട്ടി പുള്ളിയുടെ പേര് വെച്ച് മാധ്യമത്തിലേക്ക് അയക്കുന്നു. മാധ്യമം അത് ഗംഭീരമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ 2-ാം ലക്കം മുതൽ ഇയാളുടെ ഒറിജിനൽ പേര് വെച്ചിട്ടാണ് ഖേദപ്രകടനവും ഒക്കെ വെച്ച് ആണത് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള തട്ടിപ്പുകളാണിത്. എന്നിട്ടും പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഉയർന്ന എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, എനിക്കെതിരെ അങ്ങനെയൊന്നും പറയില്ല, ഇനി പറഞ്ഞാൽ തന്നെ എനിക്ക് അതിനെ നേരിടാൻ പറ്റുന്നൊക്കെയുള്ള ആത്മവിശ്വാസമായിരിക്കും. പക്ഷേ ഇത് ഉള്ളൊരു നമ്മുടെ സാംസ്കാരിക വ്യവസായ കൾച്ചറൽ ഇൻഡസ്ട്രിയിൽ ഉള്ളൊരു സംഗതിയാണ്. അതേസമയം നമുക്കതിനെ വളരെ കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് ഇതാണെന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ നിഷാദ് കോയ, ഞാൻ വേറൊരു ഇത് പറയാം. നിഷാദ് കോയ നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി ബോർഡ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടല്ലോ. അത് വായിച്ചപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയണം. അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കത്തിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഇൻഡോ പാക് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കൺസീവ് ചെയ്യുന്നു. അത് പലരുമായിട്ട് സംസാരിക്കുന്നു. അതും ശ്രദ്ധിക്കണുണ്ടോ, പലരുമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ ജയസൂര്യയായിട്ട് സംസാരിക്കുന്നുണ്ട്, പൃഥ്വിരാജായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഇപ്പം സൈലൻ്റാണ്. ഞാൻ പറയുന്ന ഈ സൈലൻ്റ് ആയിരിക്കുന്ന സുഹൃത്തുക്കളും കൂടെ ഇതിൽ രംഗത്ത് വരണം എന്നാണ് ഞാൻ പറയാം. കാരണം അവർക്കിതിൽ സ്റ്റേക്ക് ഉണ്ടല്ലോ, അവരെക്കുറിച്ച് കൂടെ നിഷാദ് കോയ പറഞ്ഞ സ്ഥിതിക്ക്. എനിവേ, ഈ പറയുന്ന നിഷാദ് കോയയുടെ ആ സ്റ്റോറി ബോർഡ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2001 ഡാനിസ് ടെനോവിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോസ്നിയൻ ഡയറക്ടറുടെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. 2002 ഓസ്കാറിലെ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടാണ്. കൺഫ്യൂസ്ഡ് ആകരുത്, 2021 ഇതേ പേരിൽ നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും ഫിലിം ഇറങ്ങുന്നുണ്ട്, അതല്ല. ഇത് 2001 ബോസ്നിയൻ ഫിലിം നോ മാൻസ് ലാൻഡ് വന്നിട്ടുണ്ടാകാം. ഗംഭീര ഫിലിമാണ്, 2 മണിക്കൂറിന് മേലുണ്ട്. ഒരു മടുപ്പില്ലാതെ മുഴുവൻ കണ്ടു കാണുന്ന അസാധാരണ ഒരു ബ്ലാക്ക് ഹ്യൂമർ, ഒരു പൊളിറ്റിക്കൽ സറ്റയർ ബ്ലാക്ക് ഹ്യൂമർ ജോണറിൽ വരുന്ന ഇതാണ്. അതെന്താ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90s ബോസ്നിയൻ വാറാണ്. ഒരു ബോസ്നിയൻ മുസ്ലിം ഫൈറ്റർ, ഒരു ബോസ്നിയൻ സർബ് ഫൈറ്റർ, ഇവിടെ ഒരു സംഘി, ഒരു പാകിസ്ഥാനി, അവർ രണ്ടുപേരും ഒരു ട്രെഞ്ചിൽ കുടുങ്ങുന്നതാണ്. അത് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ്, പക്ഷെ അവർ രണ്ടുപേരും ഒരു ട്രെഞ്ചിൽ പെട്ടുപോവുകയാണ്. ആ ട്രെഞ്ചിൽപ്പെട്ട ആ 2 ആളുകൾ തമ്മിലുണ്ടാകുന്ന എൻഗേജ്മെൻറ്റാണ് അസാധാരണമായ മെയ്വഴക്കത്തോടെ ചെയ്തൊരു ഫിലിം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥ കേൾക്കുമ്പോൾ, ഇൻഡോ പാക്കിൻ്റെ കഥ നിഷാദ് കോയ പങ്കുവെച്ച കഥ കേൾക്കുമ്പോൾ എനിക്ക് കത്തുന്നത് ഇതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കോപ്പി അടിച്ചതല്ലടാ എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു സംഗതി അതിനകത്തുണ്ട്. എനിവേ, ഇതിനകത്ത് നിഷാദ് കോയ പറഞ്ഞ കാര്യങ്ങൾ അത് യുക്തിപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അദ്ദേഹത്തോട് ഒരു സൗമനസ്യത്തോട് പെരുമാറുക എന്നതെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അതാണ് ഇപ്പം ഉണ്ണികൃഷ്ണൻ ഇന്നലെ പറഞ്ഞ കാര്യം പോലും ഇത് ഒരുപാട് പേർക്ക് തലയിൽ വരാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു കഥയൊക്കെ ആകുമ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനവുമല്ല ഒരു ത്രെഡ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് ദാവൂദ് സാർ പറഞ്ഞ പോലെ ആ പത്രസമ്മേളനത്തിൽ ഇവർ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് 200 കോടിയിലേക്ക് ഇൻഡസ്ട്രി കടന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഈ വർഷം ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഹിറ്റാണ്. അപ്പം ഇങ്ങനെ മാറ്റിയെടുത്ത, ഇല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇങ്ങനെ സാമർഥ്യം കാണിച്ചോ ഒന്നും ചെയ്യേണ്ട കാര്യം മലയാളം ഇൻഡസ്ട്രിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഡിജോ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇത് വരുമ്പോൾ അതൊരു വലിയ ബ്ലാക്ക് മാർക്കായിട്ട്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം. ഇത് കലയോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയോ ഒന്നുമല്ല, ഇൻഡസ്ട്രിയാണ്. അത് തന്നെയാണ് ഇന്നലെ ബി ഉണ്ണികൃഷ്ണനും കൂട്ടരും വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. കാരണം ഇത്ര കോടി രൂപ മുടക്കി ഇത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു ഇതാണ്, ആ തലേ ദിവസമാണോ പറയുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് അവർ ഉന്നയിച്ചൊരു പ്രശ്നം. ലിസ്റ്റിൻ സ്റ്റീഫനും ഈ ഡിജോയും ഉന്നയിച്ച പ്രശ്നം ഏതാണ്ട് അതേ ഭാഷ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സും പറയുന്നത്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് ഞങ്ങൾ റൈറ്റേഴ്സിന്റെ റൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായും നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഒരു തിരക്കഥ, ഒരാൾക്കൊരു കഥ വരുവാണ്, അയാൾ തിരക്കഥ എഴുതാൻ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാണ് അത് സിനിമയാക്കാൻ പറ്റുക? ഒരു തിരക്കഥ ഉണ്ടാക്കി അയാൾ അതിൻ്റെ ഒരു 1 ലൈൻ പോയി ഏതെങ്കിലും പ്രൊഡ്യൂസറോടോ ഡയറക്ടറോടോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആക്ടറോടോ അത് പറയണം. അപ്പോൾ അവർക്കത് രസമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരതായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പിന്നെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടക്കുക, സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റി എഴുതും, അങ്ങനെയൊക്കെയാണ് അത് പോവുക. അപ്പോൾ അങ്ങനെ 1 ലൈൻ പറഞ്ഞ് ചതിക്കപ്പെട്ട ഒരുപാട് സാധുക്കളായ ചെറുപ്പക്കാരിലൊരു നടപടിയാണ് കേരളം. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് 1 ലൈൻ പറഞ്ഞ് ചതിക്കപ്പെട്ട ആളുകൾ. അതുപോലെ നമ്മൾ പണ്ട് കേരളത്തിലൊരു ചൊല്ലുണ്ടായിരുന്നു, ഒരു കല്ലെടുത്തെറിഞ്ഞു നീ ഒരു നായ്ക്ക് കൊള്ളും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് കൊള്ളും എന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂർ പോയാൽ ഇപ്പൊ നമ്മൾ നേരിൽ കാണുന്ന 5 പേരുണ്ടെങ്കിൽ അവർ 3 പേര് അതിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ 3 പേരും ഫഹദ് ഫാസിലിന്റെയോ ദുൽഖർ സൽമാന്റെ ഡേറ്റ് കിട്ടാൻ നടക്കുകയാണ്. അപ്പോൾ അത്രമാത്രം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളം. നാളെ എൻ്റെ കഥ സിനിമയാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേർ അങ്ങനെ സ്വപ്നം കണ്ടും പട്ടിണി കിടന്നും പൈപ്പ് വെള്ളം കുടിച്ചും ആഡ് ചെയ്തും ഒക്കെയാണ്, കല്യാണ വീഡിയോ പിടിച്ചൊക്കെയാണ് ആളുകൾ പലരും സംവിധായകരായിട്ടുള്ളത്. ആരും മറ്റേ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ നീ ഒന്നും ഒരിക്കലും വീട്ടിൽ പോയി ഒരാളും വിളിച്ചുകൊണ്ട് നടനാക്കിയിട്ടില്ല. ഇവർ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താണ് ഒരുപാട് കഷ്ടപ്പെട്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സഹപാഠി കൂടിയാണ്, ഉണ്ടായിരുന്ന ഒരു ജോലി രാജിവെച്ച് 5 വർഷം കഷ്ടപ്പെട്ടു, ഒരു ജോലിയിലാണ്ട് കഷ്ടപ്പെട്ടാണ് അവനൊരു സിനിമ ചെയ്യാൻ പറ്റിയത്. 5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു യുവാവിന്റെ ജീവിതത്തിൽ ചെറിയ കാലയളവല്ല. 5 വർഷം ഒരു വരുമാനമില്ലാതെ 5 വർഷം ഒന്ന് ആലോചിച്ചോ, അതിൻ്റെ ഒരു സ്ട്രഗിൾ ആലോചിച്ചോ. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ തരം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 1 ലൈൻ പറയും, 1 ലൈൻ കേൾക്കും. അപ്പോൾ വരുന്നവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി കേൾക്കുന്നവൻ നോക്കും, പുതുമുഖമാണ്, ഓക്കെ പോയിട്ട് വാ, ഈ കഥ നല്ലതാണെങ്കിൽ പോലും ഈ പ്ലോട്ട് നല്ലതാണെങ്കിൽ പോലും പറഞ്ഞുവിടും. ചിലപ്പോൾ ഈ കഥ ഇവന്റെ മനസ്സിൽ കിടപ്പുണ്ടാവും, അത് വേറൊരുത്തിനോട് പറഞ്ഞിട്ട് നീ ഒന്ന് ഈ പ്ലോട്ടിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നാളെ ഇവൻ നോക്കിയിട്ട് അത് സിനിമയായിട്ട് വരും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 1 ലൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൽ പിന്നെ അപ്പോൾ ഈ 1 ലൈൻ ഒരു സ്ക്രിപ്റ്റ് വേറൊരു ക്രിയേറ്റീവ് എഴുത്തുകാരൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വേറൊരു സ്ക്രിപ്റ്റ് ആക്കുക. അത് ആ പടം എന്താണ് 56 പ്ലോട്ടാണ് ആകെ കഥ പറയാനുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടാണ് ഈ സിനിമകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പ്ലോട്ട് മാറുന്നു, കഥ മാറുന്നു. അപ്പോൾ ഇതിൽ നിഷാദ് കോയ എന്ന് പറയുന്നുണ്ട്, എൻ്റെ നായകൻ എന്താണ് പുഴയിൽ ചാടുന്നു, അവരുടെ നായകൻ കുളത്തിലാണ് ചാടുന്നത്. അത് ക്രിയേറ്റീവായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് മോഷ്ടിച്ചെന്ന് പറയാനും പറ്റില്ല, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും ഇതിനെ ചോദ്യം ചെയ്യാനും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിലെ പ്രധാന വിഷയം അതല്ല. ഇത് ഒരു പുതുമുഖ സിനിമാമോഹിയല്ല പറ്റിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളതാണ്. നിഷാദ് കോയ എസ്റ്റാബ്ലിഷ് റൈറ്ററാണ്, അയാൾ പ്രൊഡ്യൂസറാണ്, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുമെങ്കിൽ ഈ സിനിമ മനസ്സിൽ മോഹം കൊണ്ട് കിടക്കുന്ന ആൾക്ക് എന്തായിരിക്കും? ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഡിജോയ്ക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല ആരോപണം വരുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ പരസ്യ എന്ന് മാത്രമല്ല, നിഷാദ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ലോജിക്കലാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ അതിന് മറുപടിയായിട്ട് ബി ഉണ്ണികൃഷ്ണൻ എന്താണ് പറയുന്നത്? ഇദ്ദേഹം ഈ നിഷാദ് കോയ അദ്ദേഹം ഈ ഡിജോയോട് ഇതുമായി സംസാരിച്ച കാര്യം പറയുന്നുണ്ട്. കാരണം പൃഥ്വിരാജ് പറയുന്നു നീ മുമ്പ് പറഞ്ഞ കഥ തന്നെയാണ് ഇവരും പറയുന്നു, ഒന്നും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇദ്ദേഹം അവരുമായിട്ട് വാട്സാപ്പിൽ സംസാരിക്കുന്നു, ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, ഈ കഥയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞാൽ ആ അയച്ചു കൊടുത്ത PDF ഓപ്പൺ ചെയ്തിട്ടില്ല ഡിജോ എന്നാണ്.
ബി കൃഷ്ണൻ നല്ല സഹൃദയനായ ഒരു സംവിധായകനൊക്കെയാണ്. നല്ല എന്താണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു കമ്മ്യൂണിക്കേറ്റർ ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ എംഫില്ലെ ഗവേഷണം തന്നെ മാർക്സിസത്തെ കുറിച്ചാണ്. അതൊരു മാർക്സിസ്റ്റ് ബുദ്ധിജീവിയാണ്. എന്നിട്ട് ഒരു PDF തുറന്നില്ല എന്നൊക്കെ ഒരു ന്യായം അദ്ദേഹത്തിന് പറയണമെങ്കിൽ അത് ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ ആ ഒരൊറ്റ വാക്കിലാണ് അത് പൊളിഞ്ഞു പോകുന്നത് മൊത്തം. ആ PDF അയച്ചു കൊടുക്കുന്ന ഡിജോ തുറന്നു നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പൊളിഞ്ഞു പോയി അത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം വെച്ചാൽ ഒരു കള്ളം നമ്മൾ മറയ്ക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും. ഇത് തീർച്ചയായിട്ടും ഈ സംഭവങ്ങളുടെ ഇൻസിഡൻസ് മൊത്തം ടൈമിലും കൂട്ടി വയ്ക്കുമ്പോൾ ഇതിലൊരു കള്ളത്തരം നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാവുകയാണ്. അത് മറച്ചു വയ്ക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇന്നലെ അവർ വാർത്താ സമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഷാരിസ്, അദ്ദേഹം ഇതിനു മുമ്പ് ജനഗണമനയുടെ അദ്ദേഹം തന്നെയാണ് ചെയ്തത്. ഇതിനു മുമ്പ് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാരിസിന്റെ അടുത്ത സിനിമ, അദ്ദേഹം തിരക്കഥ തരുന്ന അടുത്ത സിനിമ ദിലീപിനെ നായകനാക്കിയാണ് വരുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫനാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇത് കലയോ ക്രിയേറ്റിവിറ്റിയോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് ഇൻഡസ്ട്രിയും വരുമാനവും കോടികളുമായി ബന്ധപ്പെട്ടതാണ്. നിഷാദിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്കൊരു ഇത് തോന്നുന്നു പറഞ്ഞാൽ, ഈ പറയുന്ന ഇൻഡസ്ട്രിക്കെതിരെ ഒരാൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു കുറച്ചുകൂടെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും അത് തെളിയട്ടെ. ടെക്നിക്കലി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.